ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തിയ സംഭവത്തിൽ വിവിധ സ്ഥാപനങ്ങൾക്കെതിരെ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിഴ ചുമത്തി. പാനൂർ കരിയാട് നടത്തിയ പരിശോധനയിൽ 300 മില്ലി കുടിവെള്ള കുപ്പിയടക്കം 1 ടണ്ണിലധികം നിരോധിത ഉൽപ്പന്നങ്ങൾ 2 സ്ഥാപനങ്ങളിൽ നിന്നായി കണ്ടെടുത്തു. ശുചിത്വ മാലിന്യ പരിപാലന രംഗത്തെ നിയമലംഘനങ്ങൾ അന്വേഷിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡാണ് പരിശോധന നടത്തിയത്. നമ്മുടെ ജില്ല മുഴുവൻ പോകണം. ഇതിൻ്റെ ഇതിൽ നിറച്ചിട്ട് കൊണ്ടോട്ടെന്ന് അതല്ല മീൻസ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശരിയല്ല, പക്ഷെ വേറെ രക്ഷയില്ല. ഇവിടെ പണിക്കാരനെ വലിയൊരു ചെയ്ത് അവരെ ചീത്ത പറഞ്ഞു. നിങ്ങളെ പണിയല്ലേ ഇത് മറ്റേ ഈസി മാർട്ട് സൂപ്പർമാർക്കറ്റ് എന്ന സ്ഥാപനത്തിൽ നിരോധിത പ്ലാസ്റ്റിക് പേപ്പർ കപ്പ്, ഗാർബേജ് ബാഗ്, പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂണുകൾ, തെർമോകോൾ പ്ലേറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ ആകർഷകമായ രീതിയിൽ പരസ്യമായി പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തിയതായി കണ്ടെത്തി. ഇതേ സ്ഥാപനത്തിന്റെ പിറകിലെ ഗോഡൌണിൽ നിന്നും നിരോധിത 300 മില്ലി ലിറ്ററിന്റെ 2000 കുടിവെള്ള കുപ്പികളും പിടിച്ചെടുത്തു. നിരോധിത ഉൽപ്പന്നങ്ങൾ തൊട്ടടുത്ത ജില്ലയായ കോഴിക്കോട് നിന്നാണ് എത്തിച്ചിരുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കരിയാട് ടൗണിലെ തന്നെ സെവൻസ് എന്ന സ്ഥാപനത്തിൽ നിന്നും 75 കിലോ പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഉൾപ്പെടെയുള്ള നിരോധിത വസ്തുക്കൾ പിടിച്ചെടുത്തു. 2 സ്ഥാപനങ്ങൾക്കും 10,000 രൂപ വീതം പിഴ ചുമത്തി. തുടർ നടപടികൾ സ്വീകരിക്കാൻ പാനൂർ നഗരസഭയ്ക്ക് ജില്ലാ സ്ക്വാഡ് നിർദ്ദേശം നൽകി. പരിശോധനയിൽ എൻഫോഴ്സ്മെന്റ് ടീം ലീഡർ EP സുധീഷ്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ KR അജയ്കുമാർ, ഷെരീഖുൽ അൻസാർ എന്നിവരോടൊപ്പം പാനൂർ നഗരസഭാ സെക്രട്ടറി A പ്രവീൺ, ക്ലീൻ സിറ്റി മാനേജർ ശശി നടുവിലക്കണ്ടിയുടെ നേതൃത്വത്തിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാരും പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.